ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീമും അതുപോലെ കസ്റ്റേർഡ് പൗഡറും വെച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം നമുക്ക് 1 കപ്പ് മതി. കസ്റ്റേർഡ് പൗഡർ നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കവറ് പാല്, അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഞാനൊരു കപ്പിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കസ്റ്റേർഡ് പൗഡർ മിക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതൊന്ന് ചെയ്തെടുക്കാം. കട്ടല്ലാതെ ഇളക്കിയെടുക്കണം. കസ്റ്റേർഡ് പൗഡർ നമുക്ക് ഏത് ഫ്ലേവറും എടുക്കാം. ഞാനിവിടെ വാനിലയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. നമുക്കതുപോലെ സ്ട്രോബെറി, അതുപോലെ മാംഗോ, അങ്ങനത്തെ എല്ലാ ഫ്ലേവറും കിട്ടുമല്ലോ. കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറിന് 1/4 കപ്പ് പാല്. ഇതുപോലെ കട്ടല്ലാതെ ഇളക്കിയെടുക്കണം. നമുക്കിതൊന്ന് മാറ്റിയേക്കാം. നമുക്ക് ബാക്കിയുള്ള പാല് തിളപ്പിച്ചെടുക്കണം. ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളൊരു കവറ് പാലിന്ന് 1/4 കപ്പ് മാറ്റി വെച്ചല്ലോ, അതിലോട്ട് ഞാൻ ഇവിടെ കുറച്ച് എക്സ്ട്രാ വേറൊരു പാലുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. 1 കവറ് പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ തന്നെ വേണം. ഇവിടെ കുറച്ചും കൂടെ പാല് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. സ്റ്റൗവിൽ വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തിളച്ച് വരും. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയൊരു തള വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാല് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കസ്റ്റേർഡ് പൗഡർ, നമ്മൾ പാല് ചേർത്തിട്ട് കസ്റ്റേർഡ് പൗഡർ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് നേരെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും. ഒഴിക്കുന്ന സമയത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അടിയിൽ ചിലപ്പോ കട്ട പിടിച്ചിട്ടുണ്ടാവും. അതെല്ലാം മാറ്റിയിട്ട് വേണം ഈ പാലിലോട്ട് ഒഴിച്ചെടുക്കാൻ. ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും. കൈ എടുക്കാണ്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കട്ട കുത്തിപ്പോവും. ഇപ്പോൾ ഐസ്ക്രീമിന് ഒരു ടേസ്റ്റ് വരൂല. ഫ്ലെയിം കൂട്ടരുത്, കുറച്ചെടുക്കണം. ഇതിലോട്ട് നേരെ നമ്മൾ എടുത്ത് വെച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നോക്കിയിട്ടിട്ട്, ഐസ്ക്രീമിന് ഒരു കുറച്ച് മധുരം കൂടുതലല്ലേ, നമുക്ക് ഈ ഒരു ബൗള് പഞ്ചസാര മതി. പിന്നെ ക്രീമിലും ഓൾറെഡി മധുരം ഉണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ചെടുത്തിട്ട് ഈ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്നും കൂടെ കുറുകി വരണം. ഒന്നുകൂടെ കുറുകി വരാനുണ്ട്.
വീണ്ടും പറയാണ്, ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഫ്ലെയിം കൂട്ടാണ്ട് തന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ട് കുറുകി വരണം. ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത്. നല്ലോണം ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. കണ്ടോ, ഇത്രയും മതി. ഇനി ചൂടാറിയാല് ഒന്നും കൂടെ കട്ടിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചേരം പുറത്ത് വെച്ചിട്ട് തന്നെ നല്ലോണം ചൂടാറണം. അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാന്നുണ്ടെങ്കിൽ സ്റ്റൗവിലുള്ള ചൂടും കൂടെ ആവും. സ്റ്റൗന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാറണം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ്. ഞാനിപ്പോ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. കാരണം പറയാൻ കാരണം എന്ന് വെച്ചാല് ഞാനിപ്പോ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടു, വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ലൈക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണോ എന്തുകൊണ്ടാന്ന് എനിക്കറിയൂല. അപ്പൊ അതിന്റെ അഭിപ്രായമൊക്കെ നിങ്ങളാണ് പറഞ്ഞു തരേണ്ടത്. എന്തുകൊണ്ടറിയില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറെ ആൾക്കാർ കാണുന്നുണ്ട്. ഇഷ്ടപ്പെടാത്തോണ്ടറിയില്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രമാണല്ലോ നമ്മൾ ലൈക്ക് കൊടുക്കുക. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്താന്നുള്ളത് എനിക്കറിയൂല. അതാണ്. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നിട്ട് ഷെയർ ചെയ്യണം. എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ നാളാണല്ലോ നമുക്ക് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ. ചൂടാറട്ടെ, നല്ലോണം ചൂടാറണം. ചൂടാറാൻ വെക്കാം. കസ്റ്റേർഡിന്റെ മിക്സ് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കപ്പാണ്. ഞാനിവിടെ എന്റെ കൈ കണക്കാണ്.
കപ്പ് എടുത്ത് ഒഴിച്ചെടുക്കണം. ഇത് മതി. ഇതൊരു കപ്പ് ഉണ്ടാവും. വേറൊരു കാര്യം പറയാം. ഇപ്പൊ ഞാനെടുത്ത വിപ്പിംഗ് ക്രീം പറയണത് ടോപ്പിംഗ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇത് പറയാന്ന് വെച്ചെങ്കിൽ നല്ല വിപ്പിംഗ് ക്രീമാണ്, നല്ല ടേസ്റ്റും ആണ്. അതുപോലെ നമ്മൾ ഇതിലോട്ട് ഷുഗർ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യമൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറൊരു വിപ്പിംഗ് ക്രീമായിരുന്നു, റോയൽ റിച്ച് പറഞ്ഞൊരു വിപ്പിംഗ് ക്രീം. ഒരു ബ്ലൂവും വൈറ്റും വയലറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. അതും കുഴപ്പമില്ല, അത് കിട്ടിയില്ല. ഇത് ഞാൻ ആദ്യമായിട്ടില്ല, രണ്ടാമത്തെ തവണയാണ് ഇത് യൂസ് ചെയ്യണത്. എനിക്ക് ഇതിനോട് നല്ലൊരു ഇഷ്ടം തോന്നി. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇത്ര അരന്റെ തോന്നണം, അരയാണ്. നല്ലൊരു വിപ്പിംഗ് ക്രീമാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 140 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇനി ഈ ക്രീം നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കണ്ട, നല്ല ടേസ്റ്റാണ്. ഇത് ബീറ്റ് ചെയ്യാം. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് നേരം അത് ഫ്രിഡ്ജിലൊന്ന് വെച്ചിനു, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്താൽ കൂടുതൽ ബെറ്ററാണ്, ഒന്നും കൂടെ ബീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റിഫായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാണ്, നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നേരെ ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് എക്സ്ട്രാ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പാകത്തിനുള്ളൊരു യെല്ലോ കളർ ഇതിലുണ്ട്. നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാല് ഈ പ്ലാസ്റ്റിക് പാത്രം അടച്ചു വെച്ചിട്ട് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ വെക്കണം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ബീറ്റ് ചെയ്തിട്ട് ഒരു നൈറ്റ് ഓവർ ടൈം ഫുള്ള് വെക്കണം. ഒരു നൈറ്റ് ഫുള്ള് വെക്കുക. ഇത് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലോട്ട് വെക്കാം. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കാം.
മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്കിത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തിട്ട് ഇതേ പാത്രത്തിൽ തന്നെ ഇതേപോലെ തന്നെ സെയിം സ്റ്റേജിനെ അടുപ്പ് വെച്ചിട്ട് ഒരു നൈറ്റ് ഫുള്ള് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്കിത് കഴിക്കാം. ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം, ഫ്രീസറിൽ വെക്കാം. ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. 3 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ അതിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അത് മറക്കരുത്. ഇത്രയും മതി. ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊരു നൈറ്റ് ഫുള്ള് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാം. ഈ ഒരു നൈറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിട്ട് സെറ്റായിട്ട് നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഞാൻ അടച്ചു വെച്ചിട്ട് നേരെ ഫ്രീസറിലോട്ട് തന്നെ വെക്കാം. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റായോ എന്ന് നോക്കണം. നേരം വെളുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഐസ്ക്രീം പുറത്തൊക്കെ എടുത്ത് നോക്കാം. സെറ്റായോന്ന് നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. സെറ്റായിട്ടുണ്ട്, നല്ലോണം സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കൈ കൊണ്ട് തൊട്ട് നോക്കാം. സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് എന്റെ കയ്യിൽ സ്കൂപ്പില്ല, അപ്പൊ ഇത് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടമായി കുട്ടികൾക്കും അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.